ഹായ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്റർ ആണ്. അതിൻ്റെ ബോർഡ് എക്സാമിന് വേണ്ടിയുള്ള പോയിന്റുകൾ നമുക്ക് 1 by 1 ചെക്ക് ചെയ്യാം. ഇതിൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനെ കുറിച്ചാണ്. സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ ആറ്റത്തിനകത്തുള്ള പാർട്ടിക്കിൾസ്. നമുക്ക് പഠിക്കാനുള്ളത് 3 പാർട്ടിക്കിൾസ് ആണ്. നമുക്കറിയാം, ഒന്ന് ഇലക്ട്രോൺ, അടുത്തത് പ്രോട്ടോൺ, അടുത്തത് ന്യൂട്രോൺ. അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും പോയിന്റ്സ് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ എന്ന സയന്റിസ്റ്റ് ആണ്. ഇത് കണ്ടുപിടിച്ചത് കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് വഴിയാണ്. കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് വഴിയാണ്. ഈ ഇലക്ട്രോൺ എന്ന് പറയുന്നതിന് മുമ്പ് കാഥോഡ് റേസ് എന്നായിരുന്നു ഈ പാർട്ടിക്കിളിനെ വിളിച്ചിരുന്നത്. ഈ കാഥോഡ് റേസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിളാണ്. അതിന്റെ എക്സ്പെരിമെന്റൽ സൈഡ് നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല. നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾ ആണ്. ഈ പാർട്ടിക്കിൾ ഇൻഡിപെൻഡന്റ് ഓൺ നേച്ചർ ഓഫ് ഗ്യാസ് ആൻഡ് നേച്ചർ ഓഫ് ഇലക്ട്രോൺ. ഇതൊരു ഇലക്ട്രോളിസ് വഴിയായി ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിട്ടാണ് ഈ എക്സ്പെരിമെന്റ് നടത്തുന്നത്. ആ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന ഗ്യാസിനെയോ ആ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന ഇലക്ട്രോഡിന്റെ സ്വഭാവത്തെയോ ഈ പാർട്ടിക്കിൾ ഡിപ്പെൻഡ് ചെയ്യണില്ല. സോ ഈ നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾ എല്ലാ ഗ്യാസിലും എല്ലാ ഇലക്ട്രോഡിലും കോമൺ പ്രോപ്പർട്ടിയാണ്. ഈ നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിളായ കാഥോഡ് റേസിനെയാണ് ഇലക്ട്രോൺ എന്ന് പേര് വിളിച്ചത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രോണിന്റെ ചാർജ് ടു മാസ് റേഷ്യോ ആണ്. ചാർജ് ഉണ്ട്, നമുക്കറിയാം, നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഇലക്ട്രോൺ പാർട്ടിക്കിൾ ആയതുകൊണ്ട് മാസ് ഉണ്ടായിരിക്കും. ഈ ചാർജിന്റെയും മാസിന്റെ റേഷ്യോ, ആ റേഷ്യോ 1.758820 into 10⁻11 കൂളം പെർ കിലോഗ്രാം ആണ്. ഇത് കണ്ടെത്തിയ സയന്റിസ്റ്റ് ജെ തോംസൺ ആണ്. പിന്നെ അടുത്ത വിഷയം ഇലക്ട്രോണിന്റെ ചാർജ് ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തിയത് 6 മില്ലിക്കാണ്. ഈ 6 മില്ലിക്കിന് കണ്ടെത്തിയ എക്സ്പെരിമെന്റ് പേരാണ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ്. ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ്. എക്സ്പെരിമെന്റ് വഴി അദ്ദേഹം കണ്ടെത്തി ചാർജ് ഓഫ് ഇലക്ട്രോൺ ഈസ് 1.6022 into 10⁻⁻19 കൂടാം. നമുക്കറിയാം ഇതിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. നമുക്ക് ചാർജും ചാർജിന്റെയും മാസിന്റെ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മാസ് ഓഫ് ഇലക്ട്രോൺ കാണാൻ പറ്റും. 9.1 into 10⁻31 കിലോഗ്രാം. ഈ ഡാറ്റ എല്ലാം പല കാൽക്കുലേഷൻ നമുക്ക് ആവശ്യമുണ്ടാവും. ഇനി നമ്മൾ പഠിക്കേണ്ട വിഷയമാണ് പ്രോട്ടോൺ. പ്രോട്ടോൺ ഡിസ്കവർ ചെയ്ത സയന്റിസ്റ്റ് ആണ് ഗോൾഡ്സ്റ്റീൻ. ഈ പ്രോട്ടോൺ കണ്ടെത്തിയത് ഈ കാഥോഡ് റേ ഡിസ്ചാർജ് ട്യൂബിന് തന്നെ ചില മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടാണ്. അങ്ങനെ അവിടെ കനാൽ റേസ് എന്നൊരു പാർട്ടിക്കിളിനെ ഒബ്സർവ് ചെയ്തു. ഈ കനാൽ റേസിന്റെ പ്രത്യേകത, ഈ കനാൽ റേസ് അല്ല പ്രോട്ടോൺസ്. കനാൽ റേസിന്റെ പ്രത്യേകത അത് പോസിറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിളാണ്. അതോടൊപ്പം ഈ പാർട്ടിക്കിൾ ഡിപ്പെൻഡ് ഓൺ നേച്ചർ ഓഫ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കറണ്ട് കടത്തി വിടുന്ന ഗ്യാസിൽ വ്യത്യാസം വരുത്തുമ്പോൾ ഈ പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിളിന്റെ സ്വഭാവത്തിൽ മാറ്റം വരും. അടുത്ത പോയിന്റ്, ഇത് പോസിറ്റീവ്ലി ചാർജ് ഗ്യാഷ്യസ് അയോൺ എന്നാണ് വിളിക്കുക. അതായത് ഒരു ഗ്യാസിലോട്ട് കറണ്ട് കടത്തി വിടുമ്പോൾ അതിൽ നിന്ന് നെഗറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിൾ പുറത്തോട്ട് പോകും. ഈ നെഗറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിൾ ആണ് ആര്? ഇലക്ട്രോൺ. പിന്നെ ബാക്കിയുള്ളത് പോസിറ്റീവ് ചാർജ് ഉള്ള ഗ്യാസ് തന്നെയാണ്. അതിന്റെ വിളിക്കുന്ന പേരാണ് കനാൽ റേസ്. എന്നാൽ ഏറ്റവും ചെറുതും ഏറ്റവും വെയിറ്റ് കുറഞ്ഞതുമായ പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾ കിട്ടിയിട്ടുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് പ്രോട്ടോൺ. ഇത് കിട്ടിയത് ഫോർ ഹൈഡ്രജൻ ആണ്. അതുകൊണ്ട് തന്നെ പ്രോട്ടോണിനെ H+ അയോൺ എന്ന് വിളിക്കാറുണ്ട്. ഏറ്റവും ചെറുതും ഏറ്റവും ഭാരം കുറഞ്ഞതുമായ വെയിറ്റ് കുറഞ്ഞതുമായ പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾ ആണ് H+. അതിന്റെ പേരാണ് പ്രോട്ടോൺ. ആ പ്രോട്ടോണിന് H+ എന്ന സിംബൽ കൊടുക്കാറുണ്ട്. പിന്നെ നമുക്ക് പഠിക്കണം മാസ് ഓഫ് പ്രോട്ടോൺ. അത് 1.67 into 10⁻⁻27 കിലോഗ്രാം ആണ്. അതിന്റെ ചാർജ് നമ്മൾ പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. എന്താണോ ഇലക്ട്രോണിന്റെ ചാർജ് അത് തന്നെയാണ് പ്രോട്ടോണിന്റെയും ചാർജ്. പക്ഷെ ഇത് നെഗറ്റീവ് ആണ്, അത് പോസിറ്റീവ് ആണ് എന്ന മാറ്റം മാത്രമേ ഉള്ളൂ. അടുത്താണ് ന്യൂട്രോൺ. ന്യൂട്രോൺ കണ്ടെത്തിയത് ചാഡ്വിക് എന്ന സയന്റിസ്റ്റ് ആണ്. ന്യൂട്രോൺ കണ്ടെത്താനുള്ള കാരണം ഡ്യൂ ടു ബോംബാർഡ്മെന്റ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഓൺ ബെർലിയം. ബെർലിയത്തില് ആൽഫ പാർട്ടിക്കിൾ ഹിറ്റ് ചെയ്തപ്പോൾ ആറ്റത്തിന്റെ ഉള്ളിൽ നിന്ന് ന്യൂട്രൽ ആയ പാർട്ടിക്കിൾ പുറത്തു വന്ന് മനസ്സിലായി. നമുക്കറിയാം നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾ കണ്ടെത്തിയിട്ടുണ്ട്, പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾ കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂട്രൽ ആയ പാർട്ടിക്കിൾ കണ്ടെത്തി. ആ ന്യൂട്രൽ ആയ പാർട്ടിക്കിളിന്റെ പ്രത്യേകത അതിന് മാസ് ഉണ്ട്. അത് പ്രോട്ടോണിനെക്കാളും കുറച്ച് മാസ് കൂടുതലാണ്. ഇലക്ട്രോണിന്റെ മാസ് വളരെ വളരെ കുറവാണ്, നെഗ്ലിജിബിൾ മാസ് ആണ്. എന്നാൽ പ്രോട്ടോണിനും ന്യൂട്രോണിനും ഏകദേശം ഒരുപോലെയാണ് മാസ്. ആർക്കാണ് കുറച്ച് കൂടുതൽ? അത് ന്യൂട്രോൺ ആണ്.
ഇത്രയുമാണ് ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അബൌട്ട് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇനി പഠിക്കേണ്ട വിഷയങ്ങളാണ് അറ്റോമിക് നമ്പർ, മാസ് നമ്പർ, ഐസോടോപ്പ്, ഐസോബാർ. വളരെ ചെറിയ സിമ്പിൾ വിഷയങ്ങളാണ്. അറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോൾ Z എന്ന് റെപ്രസെന്റ് ചെയ്യും. അത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. ഇത് നമുക്ക് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് വിളിക്കാം, അത് ന്യൂട്രൽ ആറ്റം ആണെങ്കിൽ. അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്ന് വിളിക്കാൻ കഴിയില്ല. മാസ് നമ്പർ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺ, അത് Z പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺ ആണ്. മാസ് നമ്പർ നമ്മൾ A എന്ന് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ന്യൂട്രോണിന്റെ എണ്ണം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ഈ മാസ് നമ്പർ ആയ എയിൽ നിന്ന് അറ്റോമിക് നമ്പർ ആയ Z മൈനസ് ചെയ്താൽ മതി. ഇതിന്റെ ബേസിൽ 3 ക്വസ്റ്റ്യൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ 3 പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും ന്യൂട്രോണിന്റെയും എണ്ണം കാണണം. ഇതിന്റെ അറ്റോമിക് നമ്പർ 17 ആണ്. അപ്പൊ ഇങ്ങനെ ഒരു റെപ്രസെന്റേഷൻ ആണ് കൊടുക്കുക. റെപ്രസെന്റേഷൻ ഓഫ് ആറ്റം ഇങ്ങനെയായിരുന്നു. എക്സ് എന്ന് പറഞ്ഞൊരു ജനറൽ എലമെന്റ് ആണെങ്കിൽ Z അതിന്റെ അറ്റോമിക് നമ്പർ ഈ ലെഫ്റ്റ് സൈഡ് കൊടുക്കും, താഴെ കൊടുക്കും, മാസ് നമ്പർ ലെഫ്റ്റ് സൈഡിൽ മുകളിൽ കൊടുക്കും. അപ്പോൾ ഈ ക്ലോറിൻ എന്ന് പറയുമ്പോൾ അതിന്റെ അറ്റോമിക് നമ്പർ 17 ആണ്. സോ പ്രോട്ടോണിന്റെ എണ്ണം 17 ആണ്. ഇത് ന്യൂട്രൽ ആയതുകൊണ്ട് ഇലക്ട്രോണിന്റെ എണ്ണവും 17 ആണ്. നമുക്ക് ഈ ന്യൂട്രോണിന്റെ എണ്ണമാണ്. ന്യൂട്രോണിന്റെ എണ്ണം കിട്ടണമെങ്കിൽ ഈ മാസ് നമ്പറിൽ നിന്ന് എന്ത് ചെയ്യണം? അറ്റോമിക് നമ്പർ മൈനസ് ചെയ്യണം. 35 മൈനസ് 17 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 18 എന്ന് കിട്ടും. പ്രോട്ടോൺ കിട്ടി, ഇലക്ട്രോൺ കിട്ടി, ന്യൂട്രോൺ കിട്ടി. ഇതില് അറ്റോമിക് നമ്പർ 11 ആയതുകൊണ്ട് പ്രോട്ടോണിന്റെ എണ്ണം 11 ആണ്. ശ്രദ്ധിക്കണം, ഇവിടെ ഇലക്ട്രോണിന്റെ എണ്ണം 11 അല്ല. കാരണം Na+ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് ഒരു ഇലക്ട്രോൺ പുറത്തു പോയിട്ടുണ്ട്. അതുകൊണ്ട് ന്യൂട്രൽ ആണെങ്കിൽ അതിൽ 11 ഇലക്ട്രോൺ ഉണ്ടാവും. ഒരു ഇലക്ട്രോൺ പുറത്തു പോയതുകൊണ്ട് 10 എണ്ണം ഉണ്ടാവും. ന്യൂട്രോൺ എണ്ണം നോക്കുമ്പോൾ അതൊന്നും ചാർജോ കാര്യങ്ങളൊന്നും നോക്കണ്ട. അറ്റോമിക് നമ്പറിൽ നിന്ന് മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ മൈനസ് ചെയ്താൽ മതി. അത് നമുക്ക് 12 എന്ന് കിട്ടും. ഇനി ഈ ക്വസ്റ്റ്യനിലോട്ട് വരികയാണെങ്കിൽ അതിന്റെ അറ്റോമിക് നമ്പർ 7 ആയതുകൊണ്ട് പ്രോട്ടോൺ എണ്ണം 7. ഇലക്ട്രോൺ എണ്ണം 7 ആവോ? ഇല്ല. കാരണം അവിടെ 3 മൈനസ് ഉണ്ട്. 3 ഇലക്ട്രോൺ സ്വീകരിച്ചിട്ടുണ്ട്. 7 ഇലക്ട്രോൺ ഉണ്ടായത് 3 ഇലക്ട്രോൺ സ്വീകരിക്കുമ്പോൾ അത് 10 ആണ്. എന്തായിരിക്കും ന്യൂട്രോണിന്റെ എണ്ണം? അത് 14 7 കുറച്ചാൽ മതി 7. നിങ്ങളുടെ കാൽക്കുലേഷൻസ് നമുക്ക് ആവശ്യമുണ്ടാവും. ഇനി നമ്മൾ പഠിക്കേണ്ട വിഷയമാണ് ഐസോടോപ്പും ഐസോബാറും. ഐസോടോപ്പ് എന്ന് പറയുമ്പോൾ സെയിം അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുള്ള ആൾക്കാരാണ്. അത് നമുക്ക് എപ്പോഴും ഉപയോഗിക്കുന്ന എക്സാമ്പിൾ ആണ് ഹൈഡ്രജന്റെ 3 ഐസോടോപ്പ് ആയ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. 1H1, 1D2, 1T3. എല്ലാത്തിന്റെ അറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും, മാസ് നമ്പർ മാത്രമാണ് വ്യത്യാസം ഉണ്ടാവുക. ഐസോബാർ നേരെ തിരിച്ചാണ്. മാസ് നമ്പർ സെയിം ആയിരിക്കും, അറ്റോമിക് നമ്പർ ഡിഫറെന്റ് ആയിരിക്കും. ഇവർ വ്യത്യസ്ത ആളുകളായിരിക്കും. ഐസോടോപ്പ് എന്ന് പറയുമ്പോൾ ഒരു എലമെന്റിന്റെ വ്യത്യസ്ത രൂപങ്ങളാണെങ്കിൽ ഐസോബാർ എന്ന് പറഞ്ഞാൽ അത് വ്യത്യസ്ത എലമെന്റ് തന്നെ ആയിരിക്കും. എക്സാമ്പിൾ നോക്കൂ, 6 കാർബൺ 14 ആൻഡ് 7 നൈട്രജൻ 14. രണ്ടിന്റെ അറ്റോമിക് നമ്പർ ഡിഫറെന്റ് ആണ്, പക്ഷെ മാസ് നമ്പർ സെയിം ആണ്. ഇതൊരു വെരി സിമ്പിൾ ഏരിയ ആണ്. നിങ്ങൾ 10th പഠിച്ച ഭാഗം തന്നെയാണ്. ഇതിൽ നിന്ന് വരുന്ന കാൽക്കുലേഷൻ പാർട്ട് ഈ കൊടുക്കുന്നതാണ്. ഇതൊന്നും ശ്രദ്ധിക്കാം. അവിടെ ഇലക്ട്രോൺ എണ്ണം കാണുമ്പോൾ കൺഫ്യൂഷൻ വരരുത്. ഇലക്ട്രോൺ എണ്ണവും പ്രോട്ടോൺ എണ്ണവും ഈക്വൽ ആണ് എന്ന് പറയാൻ പറ്റും. എപ്പോൾ മാത്രം? അത് ന്യൂട്രൽ ആണെങ്കിൽ മാത്രം. ഇനി ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളതാണ് അറ്റോമിക് മോഡൽസ്. അറ്റോമിക് മോഡൽസിൽ നമ്പർ 1 ഒരു J.J. തോംസന്റെ പ്ലം പുഡിംഗ് മോഡൽ, വാട്ടർ മെലൺ മോഡലൊക്കെ ഉണ്ട്. അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നല്ല. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് റൂദർഫോർഡ്സ് ന്യൂക്ലിയർ മോഡലാണ്. ഈ റൂദർഫോർഡ് ഇങ്ങനെ മോഡലിലോട്ട് എത്തിയത് ഒരു ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് വഴിയാണ്. ആ എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് പരിചയമുണ്ടാവും. ആൽഫ പാർട്ടിക്കിളിനെ ഒരു തിൻ ഗോൾഡ് ഫോയിലൂടെ കടത്തിവിടും. എന്നിട്ട് അതിൽ വരുന്ന ഡിഫ്ലക്ഷൻസ് ആണ് അദ്ദേഹം നോക്കിയത്. ഇത് നമുക്ക് എക്സാമിന് 3 കാര്യങ്ങളാണ് ചോദിക്കുക. ഒന്ന്, ഈ എക്സ്പെരിമെന്റിന്റെ ഒബ്സർവേഷൻസ്, ഈ എക്സ്പെരിമെന്റ് വഴി അദ്ദേഹം എത്തിച്ചേർന്ന കൺക്ലൂഷൻ, ഇതിന്റെ ബേസിൽ അദ്ദേഹത്തിന്റെ ന്യൂക്ലിയർ മോഡൽ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഒബ്സർവേഷൻ ആണ്. ഈ ആൽഫ പാർട്ടിക്കിൾ, മിക്കവാറും എല്ലാ ആൽഫ പാർട്ടിക്കിളും ഒരു ഡിഫ്ലക്ഷൻ ഇല്ലാതെ മുന്നോട്ട് പോവുക ചെയ്തത്. മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ പാസ്ഡ് ത്രൂ ഗോൾഡ് ഫോയിൽ അൺഡിഫ്ലക്റ്റഡ്. ഒന്നാമത്തെ പോയിന്റ്. എ സ്മോൾ ഫ്രാക്ഷൻ ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഡിഫ്ലക്റ്റഡ് ബൈ സ്മോൾ ആംഗിൾ. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ചെറിയ ഡീവിയേഷൻ കാണിച്ചിട്ടുള്ളൂ. എ വെരി ഫ്യൂ, വളരെ വളരെ കുറവ്. അതിന്റെ കണക്ക് പറഞ്ഞത് 1 in 20,000. 20,000-ഓളം ആൽഫ പാർട്ടിക്കിൾ മുന്നോട്ട് പോകുമ്പോൾ അതിൽ ഒന്ന് മാത്രമാണ് ബൗൺസ് ബാക്ക് ചെയ്യുക. ഇത്രയാണ് അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻ. ഈ ഒബ്സർവേഷൻ അദ്ദേഹം മനസ്സിലാക്കിയ കാര്യങ്ങൾ: ഒന്ന്, മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻ ആറ്റം ഈസ് എംപ്റ്റി.
മിക്കവാറും ആളുകൾ നേരിട്ട് മുന്നോട്ട് പോവാണല്ലോ ചെയ്തത്. എന്തുകൊണ്ടാണ് അങ്ങനെ പോകാനുള്ള കാരണം? മിക്കവാറും സ്ഥലം എംപ്റ്റി ആണ്, ഒഴിഞ്ഞു കിടക്കുന്നത്. പോസിറ്റീവ് ചാർജ് കോൺസെൻട്രേറ്റഡ് ഇൻ സ്മോൾ വോളിയം. കാരണം ആൽഫ പാർട്ടിക്കിൾ തട്ടിയിട്ട് വളരെ കുറച്ച് മാത്രമേ ബൗൺസ് ബാക്ക് ചെയ്തിട്ടുള്ളൂ. അതിന് കാരണം എന്താ? ഈ പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസ് വളരെ ചെറിയൊരു സ്ഥലത്താണ് കിടക്കുന്നത്. ആ ചെറിയ സ്ഥലത്തിന് അദ്ദേഹത്തിന്റെ ന്യൂക്ലിയർ മോഡലില് ന്യൂക്ലിയസ് എന്ന് വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ കമ്പാരിസൺ നമുക്ക് പഠിക്കാണ്ട് ഇത് നമുക്ക് വരാൻ പോണ കാൽക്കുലേഷൻ ആവശ്യമുള്ളതാണ്. ഒരു ആറ്റത്തിന്റെ റേഡിയസ് അബൌട്ട് 10⁻⁻10 മീറ്റർ ആണെങ്കിൽ ന്യൂക്ലിയസിന്റെ റേഡിയസ് 10⁻⁻15 മീറ്റർ ആണ്. എന്ന് പറഞ്ഞാൽ ആറ്റത്തിന്റെ മൊത്തം റേഡിയസിനോട് കമ്പയർ ചെയ്യുമ്പോൾ ന്യൂക്ലിയസിന്റെ റേഡിയസ് വളരെ വളരെ കുറവാണ്. ഇതിന്റെ ബേസിൽ അദ്ദേഹം എത്തിച്ചത് ന്യൂക്ലിയർ മോഡൽ. അപ്പൊ റൂദർഫോർഡിന്റെ പോസ്റ്റുലേറ്റ് ചോദിച്ചാൽ, റൂദർഫോർഡിന്റെ ന്യൂക്ലിയർ മോഡൽ ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ട ആൻസർ എന്താണ്? പോസിറ്റീവ് ചാർജ്. ഈ പോസിറ്റീവ് ചാർജ് ഉള്ള ആളാണ് ആര്? നമ്മുടെ പ്രോട്ടോൺ. അതേപോലെ ന്യൂട്രോണിന് ചാർജ് ഇല്ല, ഇവർക്ക് മാത്രമാണ് മാസ് ഉള്ളത്. ഈ പോസിറ്റീവ് ചാർജും മാസും ഡെൻസിലി കോൺസെൻട്രേറ്റഡ് ഇൻ സ്മോൾ റീജിയൻ. ചെറിയൊരു സ്ഥലത്ത് മാസും പോസിറ്റീവ് ചാർജും ഡെൻസിറ്റിയോട് കൂടി കാണപ്പെടുന്നു. ആ സ്ഥലത്തിന് വിളിക്കുന്ന പേരെന്താ? ന്യൂക്ലിയസ്. പിന്നെ അവിടെ ബാക്കിയുള്ളത് ഇലക്ട്രോൺ ആണ്. ന്യൂക്ലിയസ് ഈസ് സറൗണ്ടഡ് ബൈ ഇലക്ട്രോൺ ഇൻ ഓർബിറ്റ്. ഈ ഓർബിറ്റില് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്, ന്യൂക്ലിയസിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. അവരെ പരസ്പരം ആ അട്രാക്ഷൻ കീപ്പ് ചെയ്യുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ചാർജുകൾ തമ്മിലുള്ള അട്രാക്ഷന്റെ പേരാണ്. ഇത്രയാണ് നമുക്ക് റൂദർഫോർഡിന്റെ ന്യൂക്ലിയർ മോഡലിനെ കുറിച്ച് പഠിക്കാനുള്ളത്. എന്നാൽ പിന്നെ വന്ന ബോർ മോഡൽ ഇതിലുള്ള ഒരുപാട് ലിമിറ്റേഷൻസ് കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി അതാണ് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ബോർസ് അറ്റോമിക് മോഡൽ. ഈ ബോർസ് അറ്റോമിക് മോഡൽ ഉണ്ടാവാനുള്ള കാരണം അതിന്റെ ഡെവലപ്മെന്റ്സ്, ഒന്ന് ഡ്യുവൽ നേച്ചർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ, രണ്ട് അറ്റോമിക് സ്പെക്ട്രം. ഈ ഒരു രണ്ട് കാര്യങ്ങളുടെ ഡിസ്കവറിയോട് കൂടിയിട്ടാണ് ബോറിന് ഒരു പുതിയൊരു മോഡൽ കൊണ്ടുവരാൻ പറ്റിയത്. ആ ബോർസ് അറ്റോമിക് മോഡലിന് ഡെവലപ്മെന്റിന് കാരണമായത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒന്ന് ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ, രണ്ട് അറ്റോമിക് സ്പെക്ട്രം. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം റേഡിയേഷൻസ് ആണ്. ഈ റേഡിയേഷൻസിന് വേവിന്റെ സ്വഭാവമുണ്ട്. വേവിന്റെ സ്വഭാവം ഉണ്ട്, നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് വേവ് ലെങ്ത് ഉണ്ടാവും, ഫ്രീക്വൻസി ഉണ്ടാവും, വേവ് നമ്പർ ഉണ്ടാവും, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. അതിന്റെ രണ്ടാമത്തെ സ്വഭാവമാണ് അതിന്റെ പാർട്ടിക്കിൾ നേച്ചർ. അതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. വേവ് നേച്ചർ അത്ര ഇമ്പോർട്ടന്റ് ഫാക്ടർ അല്ല, പാർട്ടിക്കിൾ നേച്ചർ ആണ്. ഈ പാർട്ടിക്കിൾ നേച്ചർ എന്ന് പറഞ്ഞാൽ റേഡിയേഷന് വേവിന്റെ സ്വഭാവം ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ റേഡിയേഷന് പാർട്ടിക്കിളിന്റെ സ്വഭാവം ഉണ്ട് എന്ന് കണ്ടെത്തിയത് ചില എക്സ്പെരിമെന്റ് വഴിയാണ്. ഒന്ന് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേവ് നേച്ചറിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല, അതിന് പാർട്ടിക്കിൾ നേച്ചർ ആണ് എക്സ്പ്ലെയിൻ ചെയ്യുക. അടുത്ത ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്, ലൈൻ സ്പെക്ട്രം ഓഫ് ആറ്റം, നമുക്ക് പഠിക്കാനുള്ളത് ഹൈഡ്രജൻ സ്പെക്ട്രം ആണ്. നാലാമത് വേരിയേഷൻ ഓഫ് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് സോളിഡ് വിത്ത് ടെമ്പറേച്ചർ. ഈ നാലാമത്തെ കാര്യം നമ്മളെ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നില്ല. ഈ മൂന്ന് കാര്യങ്ങളാണ് പഠിക്കുന്നത്: ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്, ലൈൻ സ്പെക്ട്രം ഓഫ് ആറ്റം. ഈ മൂന്നെണ്ണം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പാർട്ടിക്കിൾ നേച്ചർ ഓഫ് റേഡിയേഷൻ വഴിയാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എക്സാമിനേഷൻ പോയിന്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഒന്ന് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും അടുത്തത് ഹൈഡ്രജൻ സ്പെക്ട്രം ആണ്. അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ഇത്രേ ഉള്ളൂ. ഹൈലി റിയാക്റ്റീവ് ആയ മെറ്റലിലോട്ട് നമ്മൾ ലൈറ്റ് കടത്തി വിട്ടാൽ ആ ലൈറ്റിന്റെ എനർജി ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രോൺ പുറത്തേക്ക് ഇജക്ട് ചെയ്യും. വെൻ ലൈറ്റ് ഈസ് പാസ്ഡ് ത്രൂ സെർട്ടൻ മെറ്റൽസ് ലൈക്ക് പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം. ഈ മൂന്നാളുകളും ഹൈലി റിയാക്റ്റീവ് ആയ മെറ്റൽസ് ആണ്. എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ എനർജി ഉപയോഗിച്ച് തന്നെ ഇലക്ട്രോൺ പുറത്ത് ചാടിക്കാൻ പറ്റും. ദെൻ ഇലക്ട്രോൺസ് ആർ ഇജക്റ്റഡ്. ഈ എഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ഈ ഇജക്ട് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണിന്റെ പേരാണ് ഫോട്ടോ ഇലക്ട്രോൺ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ കൊടുക്കുന്ന ലൈറ്റിന് ഒരു മിനിമം ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ മാത്രമേ, മിനിമം എനർജി ഉണ്ടെങ്കിൽ മാത്രമേ ഇലക്ട്രോണിന് പുറത്ത് ഇജക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ റേഡിയേഷന് വേണ്ട മിനിമം ഫ്രീക്വൻസിയെ വിളിക്കുന്ന പേരാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. മിനിമം എനർജിയെ വിളിക്കുന്ന പേരാണ് ത്രെഷോൾഡ് എനർജി. അപ്പൊ ത്രെഷോൾഡ് എനർജി എന്ന് പറഞ്ഞാൽ, ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ അത് ഓരോ മെറ്റലിനും ഓരോ വാല്യൂ ആണ്. അപ്പൊ പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോണിനെ പുറത്ത് ചാടിക്കണമെങ്കിൽ റേഡിയേഷൻ ഒരു മിനിമം ഫ്രീക്വൻസി വേണം, ഒരു മിനിമം എനർജി വേണം. പിന്നെ നമ്മൾ പഠിക്കേണ്ട പോയിന്റ്, നമ്മൾ എനർജി ഓഫ് റേഡിയേഷൻ കൂട്ടുന്നതനുസരിച്ച് കൂടുതൽ ഇലക്ട്രോൺ പുറത്ത് വരികയല്ല ചെയ്യുക,
പകരം ഇജക്ട് ചെയ്യപ്പെട്ട ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി കൂടുകയാണ് ചെയ്യുക. ആസ് എനർജി ഓഫ് റേഡിയേഷൻ ഇൻക്രീസ് കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻക്രീസ്. ഇനി നമ്മൾ കൊടുക്കുന്ന റേഡിയേഷന്റെ ഇന്റൻസിറ്റി കൂട്ടുകയാണെങ്കിൽ, തീവ്രത കൂട്ടുകയാണെങ്കിൽ മാത്രമാണ് ഇലക്ട്രോണിന്റെ എണ്ണം കൂടുക. അപ്പൊ എപ്പോഴും കുട്ടികൾക്ക് മിസ്റ്റേക്ക് ആണ്. റേഡിയേഷൻ എനർജി കൂട്ടുമ്പോൾ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ആണ് കൂടുക. ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷൻ കൂട്ടുമ്പോഴാണ് നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ കൂടുന്നത്. ഇതിന്റെ പ്രോബ്ലം ലെവലിലോട്ട് കിടക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഇക്വേഷൻ ആണ് E ഈക്വൽ ടു E0 പ്ലസ് KE. E എന്ന് പറഞ്ഞാൽ നമ്മൾ കടത്തി വിടുന്ന റേഡിയേഷന്റെ എനർജിയാണ്. E0 എന്ന് പറയുമ്പോൾ ആ മെറ്റൽ ഏത് മെറ്റലിലോട്ടാണോ കടത്തി വിടുന്നത് അതിന്റെ ത്രെഷോൾഡ് എനർജിയാണ്. നമ്മൾ കൊടുത്തുവിട്ട എനർജി E ആണ്, ത്രെഷോൾഡ് എനർജി E0 ആണ്. ബാക്കിയുള്ള എനർജി ആ ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി ആയിരിക്കും. കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ ഹാഫ് ഇൻറ്റു mv². ഇങ്ങനെയും കാൽക്കുലേഷൻ നടത്താം. ഇതിൽ m എന്താണ്? മാസ് ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണിന്റെ മാസ് നമ്മൾ ഓൾറെഡി പഠിച്ചാണ് 9.1 × 10⁻³ കിലോഗ്രാം. അങ്ങനെ നമുക്ക് വെലോസിറ്റി ഓഫ് ഇലക്ട്രോണും കാണാൻ പറ്റും. ഇത്രയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് അബൌട്ട് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ഒരു കാര്യം കൂടി പറയാം. നമ്മൾ കൊടുക്കുന്ന റേഡിയേഷന്റെ എനർജി ത്രെഷോൾഡ് എനർജിയേക്കാളും കുറവാണെങ്കിൽ അവിടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് സംഭവിക്കില്ല. നമ്മൾ കൊടുക്കുന്ന എനർജി ത്രെഷോൾഡ് എനർജിക്ക് ഈക്വൽ ആണെങ്കിൽ അത് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ഉണ്ടാവും, പക്ഷെ ഇലക്ട്രോണിന് കൈനറ്റിക് എനർജി ഉണ്ടാവില്ല. അങ്ങനെയുള്ള പോയിന്റ്സ് കൂടി നമുക്ക് ഇതിന്റെ കൂടെ പറയാം. ഇത്രയാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ള വിഷയമാണ് ഹൈഡ്രജൻ സ്പെക്ട്രം. ഈ ഹൈഡ്രജൻ സ്പെക്ട്രം ഉണ്ടാക്കുന്നത് ഹൈഡ്രജൻ ഗ്യാസിലോട്ട് ഇലക്ട്രിസിറ്റി കടത്തിവിടുകയാണ്. ഇലക്ട്രിസിറ്റി കടത്തിവിടുന്ന സമയത്ത് H2 ഗ്യാസ് പൊട്ടിയിട്ട് ഹൈഡ്രജന്റെ ആറ്റങ്ങളായിട്ട് മാറും. ഈ ഹൈഡ്രജന്റെ ആറ്റത്തിലുള്ള ഇലക്ട്രോൺ ഇപ്പോൾ ഉള്ളത് ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ്. ആ ഇലക്ട്രോണ് എനർജി ഉപയോഗിച്ചുകൊണ്ട് ഹയർ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകും. പക്ഷെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ അതിന്റെ എനർജി കൂടുതലായിരിക്കും, സ്റ്റെബിലിറ്റി കുറവായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഇലക്ട്രോണുകൾ തിരിച്ച് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് വരാൻ ആഗ്രഹിക്കും. ഹയർ എനർജി ലെവലിൽ നിന്ന് ലോവർ എനർജി ലെവലിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എനർജി കുറയ്ക്കേണ്ടി വരും. എനർജി കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എനർജി റിലീസ് ചെയ്യണം. ഈ റിലീസ് ചെയ്യുന്ന എനർജി ഓരോ റേഡിയേഷൻ രൂപത്തിലാണ് റിലീസ് ചെയ്യുക. ആ റേഡിയേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹൈഡ്രജന്റെ സ്പെക്ട്രം ഉണ്ടാക്കിയത്. ഹൈഡ്രജന്റെ സ്പെക്ട്രത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് 5 സീരീസ് ആണ്. എന്ന് പറഞ്ഞാല് ലൈമാൻ സീരീസിൽ N1 ഈക്വൽ ടു 1 എന്നും N2 ഈക്വൽ ടു 2, 3 മുതൽ ഇൻഫിനിറ്റി വരെ എന്ന് കൊടുക്കും. ഇങ്ങനെ കൊടുക്കാനുള്ള കാരണം രണ്ടാമത്തെ ഷെല്ലിൽ നിന്ന് ഒന്നാമത്തെ ഷെല്ലിലോട്ട് വരുമ്പോൾ, മൂന്നാമത്തെ ഷെല്ലിൽ നിന്ന് ഒന്നാമത്തെ ഷെല്ലിലോട്ട് വരുമ്പോൾ, ഇനി ഇൻഫിനിറ്റി ഒന്നാം ഷെല്ലിലോട്ട് വരുമ്പോൾ അതെല്ലാം ഒരു സീരീസ് ആയിട്ടാണ് പഠിക്കേണ്ടത്. ആ സീരീസ് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ലൈമാൻ. ഈ സമയത്തെല്ലാം UV ലൈറ്റ് ആണ് പുറത്തുവിടുക. അപ്പൊ ഏത് ഷെല്ലിൽ നിന്നും ഒന്നാമത്തെ ഷെല്ലിലോട്ട് തിരിച്ചു വരുമ്പോൾ റേഡിയേഷൻ പുറത്തുവിടുന്നത് ഏതാണ്? UV റീജിയനിലായിരിക്കും. ഇതിനടുത്ത് ബാമർ സീരീസ് ഏത് ഷെല്ലിൽ നിന്നും രണ്ടാമത്തെ ഷെല്ലിലോട്ട് തിരിച്ചു വരുമ്പോൾ അത് വിസിബിൾ റീജിയനിൽ വരും. അടുത്ത പാസ്റ്റൺ സീരീസ് 3ലോട്ട് വരുന്നു, ബ്രാക്കറ്റ് സീരീസ് 4ലോട്ട് വരുന്നു, ഫണ്ട് സീരീസ് 5ലോട്ട് വരുന്നു. ഈ 3 സീരീസിൽ നിന്നും പുറത്തു വരുന്ന റേഡിയേഷൻ ഏതാണ്? ഇൻഫ്രാറെഡ് ആണ്. ഇതാണ് ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ നമ്മൾ പഠിക്കേണ്ടത്. ഈ ഹൈഡ്രജൻ സ്പെക്ട്രത്തിന്റെ ബേസിലാണ് നമ്മൾ ബോർസ് അറ്റോമിക് മോഡൽ ഉണ്ടാക്കിയത്. ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ബോർ പറഞ്ഞ കാര്യം ഇലക്ട്രോണ് ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്ന ഓർബിറ്റ് ഫിക്സഡ് ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഫിക്സഡ് ഓർബിറ്റിലൂടെ കറങ്ങുന്നു. അതിന് ഒരു പർട്ടിക്കുലർ എനർജി ഉണ്ടായിരിക്കും, ഒരു പർട്ടിക്കുലർ റേഡിയസ് ഉണ്ടായിരിക്കും. കാരണം ആ ഓർബിറ്റ് ഫിക്സർ ആയതുകൊണ്ട് അതിന്റെ റേഡിയസ് ഫിക്സർ ആണ്, അതിന്റെ എനർജി ഫിക്സർ ആണ്. എന്നിട്ട് മാത്തമാറ്റിക്കലി അദ്ദേഹം ചില ഇക്വേഷൻസ് പറയണം. ഹൈഡ്രജൻ ആറ്റത്തിന്റെ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ nth ഷെല്ല് കാണണമെങ്കിൽ ഇക്വേഷൻ -RH × 1/n². ഈ RH-നെ റിഡ്ബർഗ് കോൺസ്റ്റന്റ് എന്ന് വിളിക്കും. ആ വാല്യൂ 2.18 × 10⁻18 ജൂൾ ആണ്. ഇനി ഇലക്ട്രോൺ നിൽക്കുന്ന ഏത് ഷെല്ലാണോ ആ ഷെല്ലിന്റെ റേഡിയസ് കാണണമെങ്കിൽ ഇക്വേഷൻ A0 × n² ആണ്. A0 എന്ന് പറഞ്ഞ വാല്യൂ 52.9 പൈക്കോമീറ്റർ ആണ്. പൈക്കോമീറ്റർ നമുക്ക് മീറ്റർക്ക് മാറ്റാൻ അറിയാം. അതിന്റെ ആ വാല്യൂനെ ബോർ റേഡിയസ് എന്ന് വിളിക്കും. ഈ 2 ഇക്വേഷനും ഹൈഡ്രജൻക്ക് അപ്ലിക്കബിൾ ആവുന്ന ഇക്വേഷൻ ആണ്. എന്നാൽ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് എന്ന് പറയും. അതെങ്ങനെയാന്ന് വെച്ചാൽ ഹൈഡ്രജന്റെ അടുത്തുള്ള ഇലക്ട്രോൺ എണ്ണം 1 ആണല്ലോ. ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ 2 ആണ്. ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ പോയാൽ
ഹീലിയം പ്ലസ് ആയാൽ അത് ഹൈഡ്രജനെ പോലെയായി. ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ 3 ആണ്. ഇതിൽ നിന്ന് 2 ഇലക്ട്രോൺ പോയാൽ ലിഥിയം 2+ ആയാൽ അതിൽ ഇലക്ട്രോൺ എണ്ണം 1 ആണ്. അപ്പൊ ഹൈഡ്രജനെ പോലെയായി. ഇങ്ങനെയുള്ള ആളുകളാണ് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ്. അവർക്ക് നമുക്ക് എനർജി കാണാൻ ഇതേ ഇക്വേഷൻ ചില മാറ്റം വരുത്തിയാൽ -RH × Z²/m². റേഡിയസ് കാണാൻ 52.9 n²/z. ഇതിൽ പറഞ്ഞ Z എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ ആണ്. ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ 2 ആണ്, ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ 3 ആണ്, ബെറിലിയത്തിന്റെ അറ്റോമിക് നമ്പർ 4 ആണ്. അങ്ങനെ നമുക്ക് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ ആൻസർ പൈക്കോമീറ്ററിലാണ്. കാരണം 52.9 പൈക്കോമീറ്റർ ആയതുകൊണ്ട് ഇത് പൈക്കോമീറ്റർ ആണ്. ഇത് മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഷെല്ലിൽ നിന്ന് വേറെ ഷെല്ലിലോട്ട് ഇലക്ട്രോൺ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ റേഡിയേഷൻ പുറത്തു വിടുന്നല്ലോ. ആ പുറത്തു വരുന്ന റേഡിയേഷന്റെ ഡ്യൂറിംഗ് ട്രാൻസിഷൻ റേഡിയേഷന്റെ എനർജി, ഫ്രീക്വൻസി, വേവ് നമ്പർ, ഇത് 3 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ 3 കോമൺ ഇക്വേഷൻ ആണ്. എനർജി ഓഫ് റേഡിയേഷൻ കാണണമെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു 1/n1² മൈനസ് 1/n2² ജൂളാണ്. കാരണം ഈ 2.18 × 10⁻⁻18 എന്ന വാല്യൂ ജൂളാണ്. അത് റിഡ്ബർഗ് കോൺസ്റ്റന്റ് ആണ്. നിങ്ങൾക്ക് ഇനി ഫ്രീക്വൻസി ആണ് കാണണമെങ്കിൽ ഈ വാല്യൂ മാറ്റിയാൽ മതി, 3.29 × 10⁻15. വേവ് നമ്പർ ഓഫ് റേഡിയേഷൻ ആണ് കാണണമെങ്കിൽ 1.09677 × 10⁻7. ഇത് ജൂളിലാണ്, ഇത് ഹെർട്സിലാണ്, ഇത് മീറ്റർ ഇൻവേഴ്സിലാണ്. ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ എനർജി ഓഫ് റേഡിയേഷൻ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ പോയിന്റ് 1/n1² മൈനസ് 1/n2². n1 എപ്പോഴും n2നേക്കാളും ചെറുതായിരിക്കണം. നിങ്ങളോട് 4ൽ നിന്ന് 5ലോട്ട് പോയി എന്ന് പറഞ്ഞാലും 5ൽ നിന്ന് 4ലോട്ട് പോയി എന്ന് പറഞ്ഞാലും n1 നിങ്ങൾ 4 എടുക്കാൻ പാടുള്ളൂ, n2 നിങ്ങൾ 5 എടുക്കണം. അപ്പോഴേ ഇതൊരു പോസിറ്റീവ് ആൻസർ കിട്ടുള്ളൂ. ആ രീതിയിലാണ് നമ്മൾ സ്പെക്ട്രത്തില് ലൈമാൻ സീരീസ് നോക്കൂ, n1 = 1 ആണ്, n2 2 മുതൽ അങ്ങോട്ട് പോവാണ്. അതേപോലെ ബാമറില് n1 ആണ് 2 കുറവാണ്, n2 3 മുതൽ അങ്ങോട്ട് പോവാണ്. ഇത്രയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത് അബൌട്ട് ഹൈഡ്രജൻ സ്പെക്ട്രം ആൻഡ് ബോർസ് മോഡൽ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലിമിറ്റേഷൻസ് ഓഫ് ബോർസ് മോഡലാണ്. ബോർസ് മോഡൽ പ്രകാരം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. നമ്മൾ മെയിൻ പോയിന്റ്സ് മാത്രമാണ് പറഞ്ഞത്. വേറെ ഒരുപാട് പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട്. ആംഗുലർ മൊമെന്റം കാണുന്ന രീതി, അതിന്റെ കോണ്ടൈസ്ഡ് ആയ രീതി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിന്റെ ലിമിറ്റേഷൻസ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന്, ഇറ്റ് കാനോട്ട് എക്സ്പ്ലെയിൻ ഫൈൻ ഡീറ്റെയിൽസ് ഓഫ് ഹൈഡ്രജൻ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ സ്പെക്ട്രത്തിന്റെ തന്നെ ചില ഫൈൻ ഡീറ്റെയിൽസ് ഉണ്ട്. അത് നമുക്ക് ഈ നമ്മൾ സിലബസ് പ്രകാരം പഠിക്കാനില്ല. അത് നമുക്ക് ഡബ്ലറ്റ് എന്നൊരു ഷോർട്ട് ഫോമിൽ പഠിക്കാം. ഈ ഡബ്ലറ്റ് എന്തുകൊണ്ടുണ്ടായി എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോർസ് മോഡലിനെ കൊണ്ട് പറ്റിയില്ല. അടുത്തത്, ഈ ലൈൻ സ്പെക്ട്രം തന്നെ ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും പ്രസൻസിൽ നമ്മൾ ഇപ്പോൾ പഠിക്കുന്ന സ്പെക്ട്രത്തിൽ തന്നെ ചില സ്പ്ലിറ്റിംഗ് സംഭവിക്കും. അത് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് പറയാൻ ബോറിന് പറ്റിയില്ല. മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുള്ള സ്പ്ലിറ്റിങ്ങിനെ സീമാൻ എഫക്ട് എന്നും ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുള്ള സ്പ്ലിറ്റിങ്ങിനെ സ്റ്റാർക്ക് എഫക്ട് എന്ന് വിളിക്കും. ആ 2 ടേം പഠിക്കണം. സീമാൻ എഫക്ട് മാഗ്നറ്റിക് ഫീൽഡ്, സ്റ്റാർക്ക് എഫക്ട് ഇലക്ട്രിക് ഫീൽഡ്. അവരാണ് അങ്ങനെ സ്പ്ലിറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞത്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോർസ് മോഡലിന് പറ്റിയില്ല. പിന്നെ ആറ്റത്തിന്റെ മോഡലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒരു ആറ്റം എങ്ങനെയാണ് കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യുക എന്ന രീതിയിലോട്ട് കടക്കാൻ ബോർസിന് കഴിഞ്ഞിട്ടില്ല. ഇത്രയാണ് ബോർസ് മോഡലിന്റെ ലിമിറ്റേഷൻസ്. ഹായ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്ററിൽ പല വിഭാഗങ്ങളുണ്ട്. അതിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോവാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം. ഇന്ന് നമ്മുടെ സിലബസ് പ്രകാരം ഏറ്റവും അവസാനത്തെ മോഡലായിട്ടും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന മോഡലായിട്ടും വരുന്ന ഭാഗമാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ. ഈ ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിലോട്ട് എത്തിച്ചേരാൻ 2 കാരണങ്ങളുണ്ട്, 2 ഡെവലപ്മെന്റ്സ് ഉണ്ട്. അതിൽ ഒന്നാണ് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ. ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ഇത് പറഞ്ഞു തന്ന സയന്റിസ്റ്റ് ഡി ബ്രോഗ്ലി ആണ്. ഡി ബ്രോഗ്ലി എന്ന സയന്റിസ്റ്റ് ആണ് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ പറഞ്ഞത്. ഈ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ പറഞ്ഞത് മാറ്ററിന് 2 സ്വഭാവമുണ്ട്. മാറ്റർ ഹാവ് 2 നേച്ചർ. ഒന്ന് നമുക്കറിയാം, മാറ്ററിന് പാർട്ടിക്കിളിന്റെ സ്വഭാവം ഉണ്ടാവും. മാറ്ററിന് പാർട്ടിക്കിളിന്റെ സ്വഭാവമുണ്ട്. അത് കൂടാതെ മാറ്ററിന് വേവിന്റെ സ്വഭാവമുണ്ട്.
ഈ വേവിന്റെ സ്വഭാവം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈ വേവിന്റെ സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് വേവ് ലെങ്ത് ഉണ്ടാവും. അതിനെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്ന് വിളിക്കും. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. ആ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് കാണാനുള്ള ഇക്വേഷൻ ലാംഡ ഈക്വൽ ടു എച്ച് ബൈ എം വി. ഇതിന് സിംപ്ലി എച്ച് ബൈ പി എന്ന് പറയും. ഇതിൽ എച്ച് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്നാണ് പറയാം. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. അതിന്റെ വാല്യൂ 6.626 into 10 raised to minus 34 ജൂൾ സെക്കൻഡ് ആണ്. ഇതിൽ എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് പാർട്ടിക്കിൾ ആണ്. ഏത് പാർട്ടിക്കിൾ ആണോ അതിന്റെ മാസ് ആണ്. വി എന്ന് പറയുമ്പോൾ അത് വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ ആണ്. പാർട്ടിക്കിളിന്റെ വെലോസിറ്റി. ഈ മാസ് ഇൻറ്റു വെലോസിറ്റി ആയ പി എന്ന് പറഞ്ഞാൽ അതിന്റെ മൊമെന്റം ആണ്. മൊമെന്റം. ഇത്രയാണ് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ. ഇതിന്റെ ഒരു വരവോട് കൂടിയാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഉണ്ടായത്. ഈ രണ്ടാമത്തെ വിഷയമാണ് ഹേസൻബർഗ്സ് അൺസർട്ടിനിറ്റി പ്രിൻസിപ്പിൾ. ഹേസൻബർഗിന്റെ അൺസർട്ടിനിറ്റി പ്രിൻസിപ്പിളിന്റെ സ്റ്റേറ്റ്മെന്റും അത് വെച്ചുള്ള പ്രോബ്ലം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹേസൻബർഗിന്റെ അൺസർട്ടിനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത് exact position and momentum അല്ലെങ്കിൽ velocity of a moving microparticle cannot be determined accurately and simultaneously. ഹേസൻബർഗ് അൺസർട്ടിനിറ്റി പ്രിൻസിപ്പിൾ പറഞ്ഞത് എക്സാക്ട് പൊസിഷൻ ആൻഡ് മൊമെന്റം. മൊമെന്റത്തിന് പകരം വെലോസിറ്റിയും പറ്റും. ഓഫ് എ മൂവിംഗ് മൈക്രോ പാർട്ടിക്കിൾ, ചെറിയ പാർട്ടിക്കിൾ, cannot be determined accurately and simultaneously. എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ പോലുള്ള ചെറിയ പാർട്ടിക്കിളിന്റെ നമ്മൾ പൊസിഷനും മൊമെന്റവും ഒരേ സമയം കാണുകയാണെങ്കിൽ അതൊരിക്കലും കറക്റ്റ് ആയിരിക്കില്ല. എന്നാൽ മാത്തമെറ്റിക്കലി നമുക്ക് പഠിക്കാനുണ്ട് ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എച്ച് ബൈ 4π. ഇതിൽ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ ആണ്. പൊസിഷനിലുള്ള അൺസർട്ടനിറ്റി. ഡെൽറ്റ പി എന്ന് പറയുന്നത് അൺസർട്ടനിറ്റി ഇൻ മൊമെന്റം ആണ്. മൊമെന്റത്തിലുള്ള അൺസർട്ടനിറ്റി. എച്ച് നേരത്തെ വന്നു പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. പൈന്റെ മാത്തമെറ്റിക്കൽ വാല്യൂ നമുക്കറിയാം 3.14. നമുക്ക് മൊമെന്റം കാണാനുള്ള ഇക്വേഷൻ അറിയാലോ. മൊമെന്റം ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. ആ മാസിന്റെ വെലോസിറ്റി ഇവിടെ അപ്ലൈ ചെയ്താൽ ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4πm. ഇവിടെ ഡെൽറ്റ വി എന്ന് പറയുന്നത് അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി ആണ്. അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി. അപ്പൊ അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി ആവുമ്പോൾ എച്ച് ബൈ 4πm ഉണ്ട്. എം എന്തായിരിക്കും? ആ സബ്സ്റ്റൻസിന്റെ മാസ് ആണ്. അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ മൊമെന്റം ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4π. ഇതാണ് ഹേസൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. നമുക്ക് ഇത് വെച്ചൊരു ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. ഒരു ക്വസ്റ്റ്യൻ. An electron is present within a distance 0.1 angstrom. What is uncertainty in velocity? ഞാൻ ക്വസ്റ്റ്യൻ ഷോർട്ട് ആക്കി എഴുതിയാണ്. An electron is present within a distance 0.1 angstrom. What is uncertainty in velocity? നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4πm. പ്രോബ്ലം ലെവലിൽ ചിന്തിക്കുമ്പോൾ ആ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നമുക്ക് ഒഴിവാക്കിയിട്ട് സിംപ്ലി ഈക്വൽ ടു എന്ന് എഴുതിയാൽ മതി. ഇതില് ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ ആണ്. ക്വസ്റ്റ്യൻ പറയുന്നത് an electron is present within a distance 0.1 angstrom. 0.1 ആങ്സ്ട്രത്തിന്റെ ഉള്ളിലാണ് ആ ഇലക്ട്രോൺ ഉള്ളത് എന്ന് പറഞ്ഞാൽ
ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ ആ 0.1 ആങ്സ്ട്രോം ആണ്. കാരണം ഇലക്ട്രോൺ നിൽക്കുന്നത് ആ 0.1 ആങ്സ്ട്രത്തിനുള്ളിലായതുകൊണ്ട് അതാണ് അതിന്റെ അൺസെർട്ടിനിറ്റി ഇൻ പൊസിഷൻ. അപ്പൊ നമുക്ക് 0.1 ആങ്സ്ട്രം കിട്ടി. ഇത് നമുക്ക് മീറ്ററൊക്കെ മാറ്റിയിട്ടാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. 0.1 ഇൻറ്റു 10⁻⁻10 ആണ്. 1 ആങ്സ്ട്രം എന്ന് പറയുമ്പോൾ 10⁻⁻10 ആണ്. നമുക്ക് വേണ്ട ഡെൽറ്റ വി ആണ്. എച്ചിന്റെ വാല്യൂ നമുക്കറിയാം, പൈന്റെ വാല്യൂ നമുക്കറിയാം. എം എന്താണ്? മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണിന്റെ മാസ് 9.1 ഇൻറ്റു 10⁻31 കിലോഗ്രാം. ഇതിൽ അപ്ലൈ ചെയ്തിട്ട് ഡെൽറ്റ വി ആണ് കാൽക്കുലേറ്റ് ചെയ്തത്. ഞാൻ കാൽക്കുലേഷനോട് പോണില്ല. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? an electron is present within a distance ഇത്രയാണ് എന്ന് പറഞ്ഞാൽ അത് അതിന്റെ അൺസെർട്ടിനിറ്റി ഇൻ പൊസിഷൻ ആണ്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അൺസെർട്ടിനിറ്റി ഇൻ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. ക്വാണ്ടം നമ്പേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് വിഷയമാണ്. ക്വാണ്ടം നമ്പർ നമുക്ക് പറയുന്നത് ഇറ്റ് എക്സ്പ്ലെയിൻ എനർജി, ഷേപ്പ്, ഓറിയന്റേഷൻ ഓഫ് ഓർബിറ്റൽസ് ആൻഡ് സ്പിൻ ഓഫ് ഇലക്ട്രോൺ ഇൻ ഓർബിറ്റൽ. ഇതാണ് ക്വാണ്ടം നമ്പർ നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത്. ഒരു ഓർബിറ്റലിന്റെ ഷേപ്പ്, എനർജി, ഓറിയന്റേഷൻ പറഞ്ഞിരുന്നു. ആ ഓർബിറ്റലിനകത്തുള്ള ഇലക്ട്രോണിന്റെ സ്പിന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ 4 ക്വാണ്ടം നമ്പേഴ്സ് നമുക്ക് പഠിക്കാറുള്ളത്. ഒന്ന് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അടുത്ത അസിമുത്തൽ ക്വാണ്ടം നമ്പർ, ഇതിനെ സബ്സിഡിയറി ക്വാണ്ടം നമ്പർ എന്ന് വിളിക്കും. മൂന്നാമത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, നാലാമത് സ്പിൻ ക്വാണ്ടം നമ്പർ. നമുക്ക് ഇനി ഓരോ ക്വാണ്ടം നമ്പർ എന്താണെന്നും അതിന്റെ അപ്ലിക്കേഷൻ ആണ് പഠിക്കാനുള്ളത്. നോക്കാം. ആദ്യത്തെ ക്വാണ്ടം നമ്പർ ആണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഒരു ഓർബിറ്റലിന്റെ എനർജിയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, ഒരു ഓർബിറ്റലിന്റെ സൈസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അടുത്തത്, ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എത്രയാണോ അത് റെപ്രസെന്റ് ചെയ്യുന്നത് ഷെല്ലിനെയാണ്. അപ്പൊ ശ്രദ്ധിക്കണം, n = 1 എന്ന് പറഞ്ഞാൽ അത് ആറ്റത്തിന്റെ ഒന്നാമത്തെ ഷെല്ലാണ്. അതിനെ k എന്ന് റെപ്രസെന്റ് ചെയ്യും. 2 ആണെങ്കിൽ L, 3 ആണെങ്കിൽ M, 4 ആണെങ്കിൽ N. ഇതിന്റെ അപ്ലിക്കേഷൻ എന്നത് ഒരു ഷെല്ലിനകത്ത് എത്ര ഓർബിറ്റൽസ് ഓക്യുപ്പൈ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ അത് n² ആണ്. നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ ഷെൽ = n². അതേസമയം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഷെൽ = 2n². കാരണം ഓരോ ഓർബിറ്റലിലും 2 ഇലക്ട്രോൺ ആണ് ഓക്യുപ്പൈ ചെയ്യുക. അപ്പൊ n² നമ്പർ ഓഫ് ഓർബിറ്റൽ ഉണ്ടെങ്കിൽ 2n² നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഓരോ ഷെല്ലിലെയും ഓർബിറ്റലിന്റെ എണ്ണം കാണാനുള്ള ഇക്വേഷനും ഓരോ ഷെല്ലിലെയും ഇലക്ട്രോൺ എണ്ണം കാണാനുള്ള ഇക്വേഷൻ നമുക്ക് ഇവിടുന്ന് കിട്ടി. n² ഉം 2n². ഇത്രയാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. രണ്ടാമത്തെ ക്വാണ്ടം നമ്പർ ആണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. ഇതിനെ നമ്മൾ L എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. ഈ അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഷേപ്പ് ഓഫ് ഓർബിറ്റലിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഷേപ്പിനെ കുറിച്ചാണ്. ഇനി അതിന്റെ എണ്ണത്തിലോട്ട് കിടക്കുകയാണെങ്കിൽ ഫോർ എ പർട്ടിക്കുലർ n വാല്യൂ, നേരത്തെ പറഞ്ഞ ക്വാണ്ടം നമ്പർ ആയ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വെച്ചിട്ട് 0 മുതൽ n-1 വരെയുള്ള L വാല്യൂസ് ഉണ്ടാവും. n = 1 ആണെങ്കിൽ L വാല്യൂ ഏതായിരിക്കും? 0. 0 എന്നത് ഒരു L വാല്യൂ ആണ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഷെല്ലിൽ ഒരു സബ് ഷെൽ ഉണ്ട് എന്നർത്ഥം. n = 2 ആണെങ്കിൽ L 0 വരും 1 വരും. അപ്പൊ അവിടെ 2 L വാല്യൂസ് ഉണ്ട്, 2 സബ് ഷെൽ ഉണ്ട്. n = 3 ആണെങ്കിൽ L = 0 വരും 1 വരും 2 വരും. അവിടെ 3 L വാല്യൂ ഉണ്ട്, 3 സബ് ഷെൽ ഉണ്ട്. n = 4 ആകുമ്പോൾ 0 1 2 3 വരും. അവിടെ 4 സബ് ഷെൽ ഉണ്ട്. ഈ ഓരോ L വാല്യൂ അതിന്റെ ബേസിലുള്ള സബ് ഷെല്ലും ഏതാന്ന് നോക്കുമ്പോൾ L വാല്യൂ 0 കിട്ടിയാൽ അത് S സബ് ഷെല്ലാണ്, 1 കിട്ടിയാൽ അത് P ആണ്, 2 കിട്ടിയാൽ D ആണ്, 3 കിട്ടിയാൽ F ആണ്. ഇതാണ് നമുക്ക് കുറച്ചുകൂടി ആവശ്യമുള്ളത്. L = 0 S, 1 P, 2 D എന്ന് പറഞ്ഞാൽ 3 = F. ഇത്രയാണ് അസിമുത്തൽ ക്വാണ്ടം നമ്പറാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ഈ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത് ഓറിയന്റേഷൻ ഓഫ് ഓർബിറ്റൽ. ഒരു ഓർബിറ്റൽ എങ്ങനെയാണ് ഓറിയന്റ് ചെയ്തത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഇത് പറയാം. ഫോർ എ പർട്ടിക്കുലർ L വാല്യൂ, നേരത്തെ പറഞ്ഞ അസിമുത്തൽ ക്വാണ്ടം നമ്പർ എത്രയാണോ അതിന്റെ ബേസ് നമുക്ക് പറയാൻ പറ്റും. അവിടെ 2l+1 m വാല്യൂ ഉണ്ടാവും. എത്ര m വാല്യൂ എന്ന് പറയുമ്പോൾ ആൻസർ എന്താ? 2l+1 m വാല്യൂ ഉണ്ടാവും. അത് ഏതൊക്കെ നോക്കുമ്പോൾ -L മുതൽ +L വരെ ആയിരിക്കും. L = 0 എന്ന് പറയുമ്പോൾ S ഓർബിറ്റൽ ആണല്ലോ. S ന്റെ m വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആണ്. 0 എന്ന് പറഞ്ഞാൽ അത് ഒരു വാല്യൂ ആണ്, സോ 1 ഓർബിറ്റൽ ആണ്. L = 1 എന്ന് പറയുമ്പോൾ P ആണല്ലോ. P ക്ക് 3 ഓർബിറ്റൽ ഉണ്ടാവും. ആ 3 ഓർബിറ്റലിന്റെ വാല്യൂസ് ആണ് -1 0 +1. L = 2 ആണ് D ക്ക്. അവിടെ m വാല്യൂസ് 5 ഉണ്ടാവും, -2 മുതൽ +2 വരെ.
L equal to 3 ആണ് Fന്, അവിടെ 7 n വാല്യൂ ഉണ്ടാവും, 7 ഓർബിറ്റൽ ഉണ്ടാവും, അത് -3 മുതൽ +3 വരെയാണ്. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. നാലാമത്തെ ക്വാണ്ടം നമ്പർ ആണ് സ്പിൻ ക്വാണ്ടം നമ്പർ. ഒരു ഓർബിറ്റലിനകത്ത് 2 ഇലക്ട്രോൺ ആണ് ഫിൽ ചെയ്യാൻ പറ്റുക. ആ 2 ഇലക്ട്രോണിന് 2 രീതിയിൽ സ്പിൻ പോസിബിൾ ആണ്. അതുകൊണ്ട് 2 സ്പിൻ ക്വാണ്ടം നമ്പർ ആണ്. ഒന്ന് +12, അടുത്തത് -12. ഇപ്പോൾ ഓർബിറ്റൽ നമ്മൾ ബോക്സ് ആയി റെപ്രസെന്റ് ചെയ്യുമ്പോൾ അത് 2 ഇലക്ട്രോൺ ഫിൽ ചെയ്യും. അതൊന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനും അടുത്ത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും. ഇവർക്ക് ഓപ്പോസിറ്റ് സ്പിൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇത് +12 ആണെങ്കിൽ ഇത് -12 എന്ന് പറയാൻ പറ്റും. ഇതാണ് സ്പിൻ ക്വാണ്ടം നമ്പർ. ഈ 4 ക്വാണ്ടം നമ്പറിന്റെ ക്വസ്റ്റ്യൻസിലോട്ടാണ് നമുക്ക് ഇനി കിടക്കാനുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 1. റൈറ്റ് ഓൾ ക്വാണ്ടം നമ്പേഴ്സ് ഓഫ് വാലൻസ് ഇലക്ട്രോൺ ഓഫ് സോഡിയം. വാലൻസ് ഇലക്ട്രോൺ ഓഫ് സോഡിയത്തിന്റെ എല്ലാ ക്വാണ്ടം നമ്പേഴ്സും എഴുതാം. അപ്പൊ നമ്മൾ ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. സോഡിയം അറ്റോമിക് നമ്പർ 11 ആണ്. കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s1 ആണ്. ഇതിന്റെ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ആണ്. ആ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ കിടക്കുന്നത് 3ാമത്തെ ഷെല്ലിലായതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇതിന്റെ n വാല്യൂ 3 ആണെന്ന് പറയാൻ പറ്റും. ആ ഇലക്ട്രോൺ കിടക്കുന്നത് എസിലായതുകൊണ്ട് അതിന്റെ l വാല്യൂ 0 എന്ന് പറയാൻ പറ്റും. എസിന് ഒരൊറ്റ ഓർബിറ്റിൽ മാത്രമേ ഉള്ളൂ, അതിന്റെ m വാല്യൂ 0 ആണ്. ഇതിന്റെ സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ അത് +12 ആവാം, -12 ആവാം. ഇത് മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോഡിയത്തിന്റെ വാലൻസ് ഇലക്ട്രോണിന്റെ എല്ലാ ക്വാണ്ടം നമ്പേഴ്സും റെപ്രസെന്റ് ചെയ്യുക. ഒരു 3 ക്വസ്റ്റ്യൻ ഉണ്ട്. ഫൈൻഡ് കറക്റ്റ് സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ്. ഈ തന്ന 3 എണ്ണത്തിൽ കറക്റ്റ് സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പർ പറഞ്ഞു കൊടുക്കണം. നമുക്ക് നോക്കാം. n = 2, l = 2. n = 2 ആണെങ്കിൽ l ഏതൊക്കെ വരാം? നമ്മൾ നേരെ പറഞ്ഞു 0 വരാം, 1 വരാം. ഒരിക്കലും 2 പോസിബിൾ അല്ല. അതുകൊണ്ട് ഫസ്റ്റ് സെറ്റ് ഇൻകറക്റ്റ് ആണ്. കാരണം n 2 ആകുമ്പോൾ l ഒരിക്കലും 2 വരുന്നതല്ല. m - 1 s+12 ഒക്കെ സംഭവിക്കാം, പക്ഷെ l cannot be 2 when n = 2. അടുത്തത് n = 3 ആണെങ്കിൽ l ഏതൊക്കെ വരാം? 0 വരാം, 1 വരാം, 2 വരാം. ഇവിടെ 1 ആണോ എന്നുള്ളത് പ്രശ്നമില്ല. l = 1 ആണെങ്കിൽ m ഏതൊക്കെ വരാം? -1 വരാം, 0 വരാം, +1 വരാം. ഇവിടെ 0 ആണോ എന്നുള്ളത് പ്രശ്നമില്ല. s ന് +12 ആവാം, -12 ആവാം. അതുകൊണ്ട് രണ്ടാമത് കറക്റ്റ് സെറ്റ് ആണ്. ഇനി മൂന്നാമത്തേയോട് കിടക്കുകയാണെങ്കിൽ n = 3 ആവുമ്പോൾ l = ഏതൊക്കെ വരാം? 0 വരാം, 1 വരാം, 2 വരാം. 2 വന്നിട്ടുണ്ട്. l = 2 ആണെങ്കിൽ m ഏതൊക്കെ വരും? -2 മുതൽ +2 വരെ വരും. അതൊരിക്കലും -3 വരുന്നതല്ല. അതുകൊണ്ട് ഈ 3 എണ്ണത്തിൽ കറക്റ്റ് സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പർ രണ്ടാമത്തേത് മാത്രമാണ്. ഇതാണ് ക്വാണ്ടം നമ്പറുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഈ ക്വാണ്ടം നമ്പറിന്റെ ചില അപ്ലിക്കേഷൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഈ പ്രിൻസിപ്പിൾ പറഞ്ഞത് no 2 electron in an atom can have same set of 4 quantum numbers. 4 ക്വാണ്ടം നമ്പറും സെയിം ആയിട്ടുള്ള ഒരു 2 ഇലക്ട്രോൺ ഒരു ആറ്റത്തിനകത്ത് പോസിബിൾ അല്ല. നമുക്കൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഏത് എക്സാമ്പിൾ നമുക്ക് ചെക്ക് ചെയ്യാം. ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ 2 ആണ്. ഇതിന്റെ കോൺഫിഗറേഷൻ 1s2 ആണ്. 1s 2 ഇലക്ട്രോൺ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? ഈ 2 ഇലക്ട്രോണിന്റെ 4 ക്വാണ്ടം നമ്പേഴ്സ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ n = 1 ആണ്. ഇതിന്റെയും n = 1 ആണ്. l = 0 ആണ്, കാരണം s ആയതുകൊണ്ട് l = 0 ആണ്. m = 0 ആണ്, m = 0 ആണ്, s ആയതുകൊണ്ട്. വാട്ട് അബൌട്ട് അതിന്റെ s? ഇതിന്റെ ഓപ്പോസിറ്റ് സ്പിൻ ആയതുകൊണ്ട് ഇത് +12 ആണെങ്കിൽ ഇത് -12 ആയിരിക്കും. അപ്പൊ എന്താ മനസ്സിലാക്കുന്നത്? ഏതെങ്കിലും ഒരു ക്വാണ്ടം നമ്പർ നിർബന്ധമായിട്ടും വ്യത്യാസം ഉണ്ടാവും. 4 ക്വാണ്ടം നമ്പറും സെയിം ആയിട്ടുള്ള 2 ഇലക്ട്രോൺ ഒരു ആറ്റത്തിനകത്ത് പോസിബിൾ അല്ല. ഇതാണ് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. അടുത്ത ഒഫ്ബ പ്രിൻസിപ്പിൾ. ഒഫ്ബ പ്രിൻസിപ്പിൾ നമുക്കറിയാം, ഇലക്ട്രോൺസ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജി. എനർജിയുടെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്യുക. ഈ ഇൻക്രീസിംഗ് ഓർഡർ നമുക്ക് ക്വാണ്ടം നമ്പേഴ്സ് വെച്ച് പറയാൻ പറ്റും. ഒരു ഓർബിറ്റലിന്റെ n + l വാല്യൂ, n എന്ന പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, l എന്ന് പറഞ്ഞ അസിമുത്തൽ ക്വാണ്ടം നമ്പർ. ഈ n + l വാല്യൂ കൂടുമ്പോഴാണ് അതിന്റെ എനർജി കൂടുന്നത്.
n+l വാല്യൂ കൂടുമ്പോഴാണ് എനർജി കൂടുന്നത്. ഇനി രണ്ട് വ്യത്യസ്ത ഓർബിറ്റലിന് n+l വാല്യൂ സെയിം ആണ് സങ്കല്പിക്കുക. അപ്പോൾ n കൂടുമ്പോഴാണ് എന്ത് കൂടുക? എനർജി കൂടുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, കുറച്ച് ആളുകളെ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജി എഴുതണമെങ്കിൽ നിങ്ങൾ എന്താ നോക്കേണ്ടത്? n+l വാല്യൂ കൂടുന്നതനുസരിച്ച് എനർജി കൂടും. n+l വാല്യൂ സെയിം ആണെങ്കിൽ പിന്നെ എന്ത് നോക്കണം? n കൂടുന്നതനുസരിച്ച് എനർജി കൂടും. അങ്ങനത്തെ ഒരു എക്സാമ്പിൾ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, 4s, 3d, 4p, 2p ഈ നാല് ആളുകളെ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജി എഴുതണം. നമുക്ക് എങ്ങനെ ചെയ്യാം? ഇതിന്റെ n+l വാല്യൂ, ഇതിന്റെ n+l വാല്യൂ 4 ആണ് n, ഇതിന്റെ l 0 ആണ്, ദാറ്റ്സ് ഈക്വൽ ടു 4. 3d ന്റെ അവസ്ഥ എന്താ? 3 പ്ലസ് d ന്റെ l 2 ആണ്, ദാറ്റ്സ് ഈക്വൽ ടു 5. 4p ന്റെ അവസ്ഥ എന്താ? 4 പ്ലസ് 1 ഈക്വൽ ടു 5. ഇത് 2 പ്ലസ് 1 ഈക്വൽ ടു 3. ഇതിൽ n+l വാല്യൂ ഏറ്റവും കുറഞ്ഞതിനാണ് എനർജി ഏറ്റവും കുറവ്. അത് ഏറ്റവും കുറവാർക്കാണ്? 2p ക്കാണ്. 2p യേക്കാൾ എനർജി ഉണ്ട് 4s. ഇനി 3d യും 4p നമ്മുടെ കയ്യിലുണ്ട്. രണ്ടിന്റെയും n+l വാല്യൂ സെയിം ആണ്. അപ്പോൾ ഏതിനാണോ n കൂടുതൽ അതിന് എനർജി കൂടുതലാകും. ഇതിൽ n കൂടുതലാർക്കാണ്? 4p ക്കാണ്. സോ 3d യേക്കാൾ കൂടുതലാണ് 4p. ഇതെല്ലാം നമ്മുടെ ക്വാണ്ടം നമ്പേഴ്സുമായി ബന്ധപ്പെട്ട കാൽക്കുലേഷൻ. ഇതിൽ പഠിക്കേണ്ട വിഷയമാണ് നോഡ്സ്. നോഡ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ ഈസ് 0. ഇലക്ട്രോൺ കാണപ്പെടാനുള്ള ചാൻസ് അവിടെ 0 ആണ്. രണ്ട് തരത്തിൽ നോഡ് ഉണ്ട്. ഇത് ജസ്റ്റ് അങ്ങനെ പഠിച്ചു വെക്കുക. ഒന്ന് ആംഗുലാർ നോഡ്, അടുത്തത് റേഡിയൽ നോഡ്. രണ്ട് തരം നോഡാണ് ഓർബിറ്റിൽ ഉണ്ടാവുക, ആംഗുലാർ നോഡും റേഡിയൽ നോഡും. നമുക്ക് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരാം. ഒരു ഓർബിറ്റലിന്റെ നമ്പർ ഓഫ് ആംഗുലാർ നോഡ്, എത്ര ആംഗുലാർ നോഡ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ അതിന്റെ എൽ വാല്യൂ ആണ്. എന്താണോ എൽ വാല്യൂ അത്രയും ആംഗുലാർ നോഡ് ഉണ്ടാവും. എന്നാൽ റേഡിയൽ നോഡിന്റെ എണ്ണം, നമ്പർ ഓഫ് റേഡിയൽ നോഡ് എന്ന് പറയുമ്പോൾ അത് n - l - 1 ആണ്. റേഡിയൽ നോഡ് എന്ന് പറഞ്ഞാൽ n - l - 1, ആംഗുലാർ നോഡ് എന്ന് പറഞ്ഞാൽ l ആണ്. എന്നാൽ നിങ്ങളുടെ ഒരു ഓർബിറ്റലിന്റെ ടോട്ടൽ നോഡ് കാണാൻ പറഞ്ഞാൽ രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. അപ്പൊ ഈ എല്ലും മൈനസ് എല്ലും കട്ട് ചെയ്ത് പോയിട്ട് n - 1 വരും. മൂന്ന് നോഡ്സ് ആണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. റേഡിയൽ നോഡിന്റെ എണ്ണം, ആംഗുലാർ നോഡിന്റെ എണ്ണം, ടോട്ടൽ നോഡ്. ആംഗുലാർ നോഡ് ഈക്വൽ ടു l, റേഡിയൽ നോഡ് ഈക്വൽ ടു n - l - 1, ടോട്ടൽ നോഡ് ഈക്വൽ ടു n - 1. കാൽക്കുലേഷൻ സിമ്പിൾ ആയതുകൊണ്ട് നമ്മൾ ചെയ്യണില്ല. വെരി സിമ്പിൾ. ആംഗുലാർ നോഡ്, റേഡിയൽ നോഡ്, ടോട്ടൽ നോഡ്. Hund's rule of maximum multiplicity. Very simple. Pairing of electron in an orbital takes place. ഒരു ഓർബിറ്റലിനകത്ത് ഇലക്ട്രോണിന്റെ പയറിംഗ് സംഭവിക്കണമെങ്കിൽ only after each orbital is singly filled. ഓരോ ഓർബിറ്റലും സിംഗ്ലി ഫിൽ ചെയ്ത ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഇലക്ട്രോണിന്റെ പയറിംഗ് സംഭവിക്കുള്ളൂ എന്നാണ് ഹൺസ് റൂൾ പറഞ്ഞത്. നമുക്ക് അതിന്റെ എക്സാമ്പിൾ നോക്കാം. നൈട്രജന്റെ അറ്റോമിക് നമ്പർ 7 ആണ്. കോൺഫിഗറേഷൻ 1s2, 2s2, 2p3 ആണ്. ഇതിന്റെ 2p3 ആണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. പിക്ക് 3 ഓർബിറ്റൽ ഉണ്ട്. ആ 3 ഓർബിറ്റലിൽ 3 ഇലക്ട്രോൺ ഉണ്ടല്ലോ. ആ 3 ഇലക്ട്രോൺ ഓരോ ഓർബിറ്റലായിട്ട് കൊടുക്കണം. കാരണം ഓരോ ഓർബിറ്റലും സിംഗിളി ഫിൽ ആയതിനു ശേഷം മാത്രമേ പെയറിംഗ് നടക്കുള്ളൂ. അപ്പോൾ വൺ മോർ എക്സാമ്പിൾ നമുക്ക് എഴുതാണെങ്കിൽ ഓക്സിജൻ അറ്റോമിക് നമ്പർ 8 ആണ്. അതിന്റെ കോൺഫിഗറേഷൻ 1s2, 2s2, 2p4 ആണ്. ഇതിന്റെ ആ പി ഓർബിറ്റൽ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ പി ഓർബിറ്റൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 4 ഇലക്ട്രോൺ ഉണ്ട്. ഒന്ന് ഇവിടെ വരും, ഒന്ന് ഇവിടെ വരും, ഒന്ന് ഇവിടെ വരും. നാലാമത്തെ ഇലക്ട്രോൺ ആണ് പെയറിംഗ്. ആ പെയറിംഗ് ഓഫ് ഇലക്ട്രോൺ സംഭവിക്കണമെങ്കിൽ കണ്ടീഷൻ എന്താണ്? ഓരോ ഓർബിറ്റലും സിംഗിളി ഫിൽ ചെയ്തതിനു ശേഷം മാത്രമേ പെയറിംഗ് സംഭവിക്കാൻ പാടുള്ളൂ. ഇതാണ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി.